ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ 48-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട പ്രവാചകൻ ആര്? ഉത്തരം ഏലിയ. 2. ഏലിയായുടെ വാക്കുകൾ എങ്ങനെയാണ് ജ്വലിച്ചത്? ഉത്തരം പന്തം പോലെ. 3. ഏലിയ ജനത്തിൻ്റെ മേൽ എന്തു വരുത്തി എന്നാണ് പ്രഭാഷകൻ 48:2 പറയുന്നത്? ഉത്തരം ക്ഷാമം. 4. ഏലിയ പ്രവാചകൻ ആകാശവാതിലുകൾ അടച്ചത് എങ്ങനെ? ഉത്തരം കർത്താവിൻ്റെ വാക്കുകൊണ്ട്. 5. ഏലിയ എത്ര പ്രാവശ്യമാണ് അഗ്നി ഇറക്കിയത്? ഉത്തരം 3 പ്രാവശ്യം. 6. അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ എന്ന് പ്രഭാഷകൻ 48:4 പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം ഏലിയ. 7. ആരുടെ വാക്കുകൊണ്ടാണ് ഏലിയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചത്? ഉത്തരം അത്യുന്നതൻ്റെ. 8. ഏലിയ രാജാക്കന്മാരെ നയിച്ചത് എവിടേക്കാണ്? ഉത്തരം നാശത്തിലേക്ക്. 9. ഏലിയ ആരെയാണ് കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത്? ഉത്തരം പ്രസിദ്ധന്മാരെ. 10. ഏലിയ എവിടെ വച്ചാണ് ഭീഷണികൾ ശ്രവിച്ചത്? ഉത്തരം സീനായിൽ വച്ച്. 11. ഏലിയ എവിടെ വച്ചാണ് പ്രതികാരത്തിൻ്റെ വിധികൾ ശ്രവിച്ചത്? ഉത്തരം ഹോറബിൽ വച്ച്. 12. ഏലിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം ശിക്ഷ നടത്താൻ. 13. ശിക്ഷ നടത്താൻ രാജാക്കന്മാരെ എന്ന പോലെ തന്നെ പിന്തുടരാൻ ഏലിയ അഭിഷേകം ചെയ്തത് ആരെയാണ്? ഉത്തരം പ്രവാചകന്മാരെ. 14. ഏലിയ സംവഹിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഉത്തരം ആഗ്നേയ അശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ, അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ. 15. ഏത് പ്രവാചകൻ നിശ്ചിത സമയത്ത് തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഏലിയ. 16. പിതാവിൻ്റെ ഹൃദയത്തെ ആരിലേക്ക് തിരിക്കുന്നതിന് ഏലിയ പ്രവാചകൻ നിശ്ചിത സമയത്ത് തിരിച്ചു വരുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം പുത്രനിലേക്ക്. 17. ഏത് ഗോത്രങ്ങളെ ഏലിയ പുനഃസ്ഥാപിക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം യാക്കോബിൻ്റെ ഗോത്രങ്ങളെ. 18. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ. ആരെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്? ഉത്തരം ഏലിയ. 19. ഏലിയായെ വലയം ചെയ്തതെന്ത്? ഉത്തരം ചുഴലിക്കാറ്റ്. 20. ഏലിയായുടെ ചൈതന്യം നിറഞ്ഞതാരിലാണ്? ഉത്തരം ഏലീഷായിൽ. 21. ജീവിതകാലത്ത് അധികാരികളുടെ മുൻപിൽ ഭയന്ന് വിറയ്ക്കാത്ത, ആരും കീഴടക്കാത്ത വ്യക്തിയെന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെയാണ്? ഉത്തരം ഏലീഷായെ. 22. മരിച്ചിട്ടും പ്രവചിച്ചത് ആരെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഏലീഷ. 23. ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും ഏലീഷ എന്താണ് പ്രവർത്തിച്ചത്? ഉത്തരം അത്ഭുതങ്ങൾ. 24. ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ മരണശേഷവും ഏലീഷ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് കണ്ടിട്ടും അനുതപിക്കാത്തത് ആരായിരുന്നു? ഉത്തരം ജനം. 25. ഏലീഷായുടെ അത്ഭുതങ്ങൾ കണ്ടിട്ടും പാപത്തിൽ നിന്ന് പിന്മാറാത്ത, അനുതപിക്കാത്ത ജനത്തിന് എന്ത് സംഭവിച്ചു? ഉത്തരം സ്വദേശത്തു നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. 26. ചിതറിക്കപ്പെട്ട ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം അവശേഷിച്ചത് ആരുടെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോട് കൂടെയാണ്?
ഉത്തരം ദാവീദിൻ്റെ. 27. നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തത് ആര്? ഉത്തരം ഹെസക്കിയ. 28. ഹെസക്കിയ എന്തുകൊണ്ട് പാറ തുരന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഇരുമ്പുകൊണ്ട്. 29. ഹെസക്കിയായുടെ നാളുകളിൽ രാജ്യം ആക്രമിച്ചത് ആര്? ഉത്തരം സെന്നാകെരീബ്. 30. സെന്നാകെരീബ് ഹെസക്കിയായുടെ രാജ്യം ആക്രമിച്ചുകൊണ്ട് അയച്ചതാരെയാണ്? ഉത്തരം റബ്ഷക്കയെ. 31. രാജ്യം സെന്നാകെരീബ് ആക്രമിച്ചപ്പോൾ ഹൃദയം കുലുങ്ങി കരങ്ങൾ വിറച്ച് കഠിനവ്യഥ അനുഭവിച്ച ജനം കൈകൾ ഉയർത്തി വിളിച്ചപേക്ഷിച്ചത് ആരെയാണ്? ഉത്തരം കാരുണ്യവാനായ കർത്താവിനെ. 32. ജനം കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവരുടെ നിലവിളി തൽക്ഷണം ശ്രവിച്ചത് ആര്? ഉത്തരം പരിശുദ്ധനായവൻ. 33. പരിശുദ്ധനായവൻ എവിടെ നിന്നാണ് ജനത്തിൻ്റെ നിലവിളി തൽക്ഷണം ശ്രവിച്ചത്? ഉത്തരം സ്വർഗത്തിൽ നിന്ന്. 34. പരിശുദ്ധനായവൻ ജനത്തിൻ്റെ നിലവിളി ശ്രവിച്ച് ആരു വഴിയാണ് അവരെ രക്ഷിച്ചത്? ഉത്തരം യേശയ്യാ വഴി. 35. അസറിയക്കാരുടെ പാളയം തകർത്തത് ആര്? ഉത്തരം കർത്താവ്. 36. അസറിയക്കാരെ മായ്ച്ചു കളഞ്ഞത് ആരായിരുന്നു? ഉത്തരം കർത്താവിൻ്റെ ദൂതൻ. 37. ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചു എന്ന് പ്രഭാഷകൻ അധ്യായം 48 പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം ഹെസക്കിയ. 38. ഉന്നതനും വിശ്വാസിയുമായ ദർശനത്തോടു കൂടിയവനും എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച്? ഉത്തരം യേശയ്യാ പ്രവാചകനെക്കുറിച്ച്. 39. യേശയ്യാ പ്രവാചകന്റെ കാലത്ത് എന്ത് പുറകോട്ട് ചരിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം സൂര്യൻ. 40. യേശയ്യാ പ്രവാചകൻ വഴി ആരുടെ ആയുസ്സാണ് ദീർഘിപ്പിച്ചത്? ഉത്തരം രാജാവിൻ്റെ. 41. ആത്മാവിൻ്റെ ശക്തി കൊണ്ട് അവസാന നാളുകൾ ദർശിക്കാൻ സാധിച്ച പ്രവാചകൻ ആര്? ഉത്തരം യേശയ്യാ. 42. ആത്മാവിൻ്റെ ശക്തി കൊണ്ട് അവസാന നാളുകൾ ദർശിച്ച യേശയ്യാ പ്രവാചകൻ ആശ്വസിപ്പിച്ചത് ആരെയായിരുന്നു? ഉത്തരം സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ. 43. പൂരിപ്പിക്കുക. കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന ഡാഷ് സംഭവത്തിനു മുൻപ് അവൻ വെളിപ്പെടുത്തി. ഉത്തരം നിഗൂഢ കാര്യങ്ങൾ. 44. പ്രഭാഷകൻ 48:1 സമാനമായ വചനഭാഗം. ഉത്തരം 1 രാജാക്കന്മാർ 17:1. 45. പ്രഭാഷകൻ 48:10 സമാനമായ ബൈബിൾ വാക്യം. ഉത്തരം മലാക്കി 4:5. 46. ഏലിയ പ്രവാചകൻ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുള്ള മറ്റൊരു പഴയ നിയമ പുസ്തകം. ഉത്തരം മലാക്കി.